അപ്പോൾ ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് നടന്ന കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ആരോഗ്യരംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യരംഗമാണ് നമ്മുടെ കേരളത്തിനുള്ളത്, അല്ലേ? ഏറ്റവും നല്ല ആരോഗ്യ സൗകര്യമൊരുക്കുന്ന ആശുപത്രികൾ, അതായത് മെഡിക്കൽ കോളേജുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും ജനറൽ ഹോസ്പിറ്റലും ഒക്കെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട് നടക്കുന്ന ഒരു കുമിളയ്ക്കകത്ത ഉള്ള ഇമേജാണ് കേരളത്തിലുള്ളതെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രമുഖനായ ഡോക്ടർ വെളിപ്പെടുത്തിയ കുറെ സത്യങ്ങൾ, അതിന്റെ പേരിലുണ്ടായിരുന്ന നടപടികൾ, ഇനി അദ്ദേഹത്തിന് വരാൻ പോകുന്ന നടപടിക്രമങ്ങൾ, ചട്ട നിയമങ്ങൾ, നിയമലംഘനങ്ങൾ എന്തെല്ലാമാണെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് ശേഷം പല ചാനലുകളും എടുത്ത് റീൽസ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. രോഗികൾ താഴെ കിടന്ന് ഇറങ്ങുന്നു, രോഗികൾ ശ്വാസം കിട്ടാതെ വലിക്കുന്നു. ഇതൊന്നും ഒരു പുതിയ കഥയാണോ? ഇന്നലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ഒരാഴ്ച മുമ്പ് സംഭവിച്ച കഥകളാണോ ഇതൊക്കെ? അല്ല, വർഷങ്ങളായിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും, ഒരു മെഡിക്കൽ കോളേജും സ്പെയർ അല്ല. നമ്മുടെ നാട്ടിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, ആ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ഹോസ്പിറ്റലിലും നടക്കുന്ന കാര്യങ്ങളാണ്. എവിടെയാണ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ബാത്റൂം ഉള്ളത്? എവിടെയാണ് എല്ലാ രോഗികൾക്കും കിടക്കാൻ വരുന്ന വാർഡുള്ളത്? എല്ലാ രോഗികളും കൂട്ടിരിപ്പുകാർ തറയെ കിടന്നത് പോട്ടെ, വിട്ടേക്ക്. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ രോഗിയെ കാണാൻ ചെന്നാൽ അവര് കട്ടിലിൽ 2 രോഗികളൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പ്രായമുള്ളവരെ താഴെ കിടത്താൻ പറ്റത്തില്ലല്ലോ, 2 രോഗികളൊക്കെ ആയിരിക്കും. മണ്ടാനം മെഡിക്കൽ കോളേജിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിത് പറയുമ്പോൾ നല്ല അമർഷമുണ്ട്. കാരണം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മെഡിക്കൽ കോളേജിന്റെ അല്ല, നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു വൃത്തികെട്ട വശമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ചികിത്സകളോ സർജറിയോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന്റെ അമർഷത്തിലാണ്. സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു കുട്ടിക്ക് കൃത്യസമയത്ത് ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 100% ബോധ്യമായപ്പോൾ അതിനു മുമ്പ് വന്ന പല രോഗികളെയും ഇങ്ങനെ പറഞ്ഞ് പടക്കി വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഒരു ട്രൂ ആയിട്ടുള്ള പണം ആർത്തിയില്ലാത്ത ഒരു ബിഷഗ്വരനെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മരണതുല്യം തന്നെയാണ്. പണത്തോട് ആർത്തിയില്ലാത്ത ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായിട്ടും സ്വന്തം വർക്കിനോട് നീതി പുലർത്തുന്ന ഒരാൾക്ക് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പബ്ലിക്കിന് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് ഒരു വലിയ കുറ്റബോധമായിട്ട് ഹൃദയത്തിൽ കിടക്കും. അദ്ദേഹത്തിന്റെ തെറ്റല്ലാതെ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് രോഗം ഡയഗ്നോസ് ചെയ്ത് പറയുന്നു, ചികിത്സകൾ എഴുതുന്നു. പക്ഷെ അത് മാറണമെങ്കിൽ ഒന്നുകിൽ രോഗത്തിന് ചികിത്സിക്കണം, ശസ്ത്രക്രിയ ചെയ്യേണ്ടതാണെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യണം. അപ്പൊ ഇതൊന്നും പറ്റാത്തടത്തോളം കാലം അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാണ് അദ്ദേഹം ടെൻഷൻ അടിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തത്. ഒടുവിൽ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ഈ പറയുന്നത് പോലെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നൊരവസ്ഥ, ഒരു ബിഷഗുരുടെ ദയനീയ അവസ്ഥയായിരുന്നു അത്. പക്ഷെ അതിനെതിരെ അദ്ദേഹം ചട്ടം ലംഘിച്ചു എന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം ആ ഡിപ്പാർട്ട്മെന്റിൽ തുടരാൻ പറ്റുമോ, ഇനി അദ്ദേഹത്തിന്റെ സർവീസ് എന്താകുമോ, അദ്ദേഹത്തിന്റെ പെൻഷനൊക്കെ എന്താകും എന്ന് കണ്ടറിയാം, കാത്തിരുന്ന് കാണാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ട്, അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്റെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം തന്നെ ഈ സ്ഥാനത്തിൽ നിന്ന് തുടരുകയോ തുടരാതിരിക്കുകയോ രണ്ടും കൽപ്പിച്ച് ഞങ്ങളല്ലേ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയായിരുന്നു, പ്രൊഫഷൻ വെച്ച് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ ആയിട്ട് ഒരുമിച്ച് അങ്ങ് സൂയിസൈഡ് ചെയ്യുക അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒരു കേസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ മാധ്യമ പ്രവർത്തനത്തിന് മുമ്പിലുള്ള വെളിപ്പെടുത്തൽ കാരണം മാത്രമാണ് ഒരു ദിവസം കൊണ്ട് ഹൈദരാബാദിലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് പറന്നിറങ്ങുകയായിരുന്നു ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റെല്ലാ വിഭാഗത്തിലേക്കുള്ള മെഡിസിനും കാര്യങ്ങളും ഒക്കെ. സത്യത്തില് ഇത് കാണുമ്പോൾ നമ്മൾ 5 വർഷം മുമ്പുള്ള ഗവൺമെന്റിന്റെ ആരോഗ്യ സംഭാവനകളെ കുറിച്ചാണ്. കാരണം അന്ന് ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി ആരോഗ്യ വകുപ്പ് മന്ത്രിയായി വരികയും വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു പരാതികളും ഒരു വർഷവും ഈ പാർട്ടിന് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മുഖ്യനോ അല്ലെങ്കിൽ മുഖ്യന്റെ ശിൽബന്ധികളോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ മറ്റു മന്ത്രിമാർ എന്ത് അഴിമതിയും ചെയ്തോട്ടെ, പക്ഷെ ആരോഗ്യരംഗം അടിപൊളിയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇൻസ്പെക്ഷനും കാര്യങ്ങളും ആരോഗ്യ മന്ത്രിയോട് ആർക്കും എന്തും നേരിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങൾ. അന്ന് നമ്മൾ പോകുന്ന പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ, നിപ്പ, അങ്ങനെയുള്ള പ്രളയം, ഇങ്ങനെയുള്ള എല്ലാ കറ്റാസ്ട്രോഫിയുടെ ഇടയിൽ നിന്നാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ വർക്ക് ചെയ്തത്. പക്ഷെ അവരൊരു കറതീർന്ന പാർട്ടി അനുഭാവി ആയതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ടിയുടെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് നന്മയെ ചവിട്ടിക്കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി തത്വങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു, അല്ലെങ്കിൽ അതിന് ഊന്നൽ കൊടുത്തൊരു വ്യക്തിയാണ് ശൈലജ. എനിക്ക് ആ ഒരു കുറവ് മാത്രമേ അവരിൽ എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം നന്മ എന്നതിനപ്പുറം അല്ലെങ്കിൽ മനുഷ്യന്റെ ഡെവലപ്മെന്റിനപ്പുറം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർക്ക് പറ്റിയത് പാർട്ടി അനുസരിച്ചു. അത് അവരുടെ പ്രത്യയശാസ്ത്രമായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഈ മെഡിക്കൽ കോളേജുകൾ ഹാരിസിന്റെ വാദം അപ്പുറം നിന്നുകൊണ്ട് ഒരു പൊതുജനം, വെറുതെ ഒരു മാധ്യമ പ്രവർത്തകനോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ക്രിയേറ്ററോ ഒന്നും ആവണ്ട, നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ ഒരു പനിക്ക് ചെന്ന് നോക്കൂ, വേണ്ട ചുമ്മാ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് അഭിനയിച്ചൊന്ന് ചെന്ന് നോക്കൂ, കിടത്തോ അവിടെ, നിങ്ങൾ ആ മൂലയ്ക്ക് കിടന്നോളാൻ പറയും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാൻ പറയും. നിങ്ങൾ സ്ട്രക്ചർ ഉണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇരുത്തിക്കൊണ്ട് വീൽ ചെയർ ഉണ്ടോ, പിന്നെ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡിന് മരുന്നുണ്ടോ, ഒരു ചക്കയുമില്ല.
അറിയാവോ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ അർജന്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ജനറൽ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, അവിടെ ഒരു ചക്കയും ഇല്ല. എല്ലാത്തിനെയും കൂടെ അത്യാഹിതം എന്ന് പറഞ്ഞ റൂമിൽ ഇട്ടിരിക്കുക, മറ്റേ കർട്ടനിട്ട്. ഞാനതിന് സാക്ഷിയാണ്. പല കാര്യങ്ങൾക്ക് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. വൈറൽ ഫീവർ, ഫുഡ് പോയിസൺ, അങ്ങനെ പല കാര്യങ്ങളും, പനി കൂടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഫെസിലിറ്റീസും നമുക്ക് കിട്ടില്ല. നമ്മൾ പനിച്ച് വരച്ച് കിടക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. ശരിയാണ്, ഈ പറയപ്പെടുന്ന പോലെ പുറത്തുനിന്ന് WHO മറ്റേ ഇൻഡാസ് അടിച്ച് കിട്ടിയ ഏറ്റവും ഫസ്റ്റ് കോപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മെഡിസിൻസും സിറിഞ്ചുകളും മറ്റതും മറിച്ചതും ഒക്കെ മെഡിക്കൽ കോളേജിൽ കിട്ടും, അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ കിട്ടും. മറ്റെല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇതെല്ലാം വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഇപ്പൊ സിറിഞ്ച് വാങ്ങിക്കണമെങ്കിൽ 10 രൂപ വേണം, അല്ലെങ്കിൽ 20 രൂപ വാങ്ങിക്കും. ഒരു സിറിഞ്ച് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും അവര്. പക്ഷെ മെഡിക്കൽ കോളേജിലാവുമ്പോൾ, ജനറൽ ഹോസ്പിറ്റലിലാവുമ്പോൾ ആ ഫ്രഷ് സിറിഞ്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ അത് കിട്ടണം, മനസ്സിലായോ? അത് കിട്ടില്ല. അതാണ് മെഡിക്കൽ കോളേജിലുള്ള പ്രത്യേകത. വണ്ടാനം മെഡിക്കൽ കോളേജ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതകഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് ഇറങ്ങുന്ന സ്ത്രീകള് ഞാനൊക്കെ പവർഫുൾ ആയി തീർന്നതിന് കാരണം വണ്ടാനം മെഡിക്കൽ കോളേജ്. കാരണം അതുപോലെ എന്നെയൊക്കെ മെന്റൽ ട്രോമയിലേക്ക് തള്ളിവിട്ട, ഈ പറയപ്പെടുന്ന പോലെ മെന്റൽ ട്രോമയിലേക്കും അതോടൊപ്പം തന്നെ ഭീതിയിലേക്കും, പ്രസവം എന്ന ഭീതിയാണ് അല്ലെങ്കിൽ അതൊരു നരകമാണെന്ന് എനിക്ക് കാണിച്ചു തന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. പിന്നെ അവിടുത്തെ ഡോക്ടർമാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, എവിടെയും ഞാൻ പറയും. അവിടുത്തെ ഡോക്ടർമാര് നമ്മളെ പ്രസവിക്കാനോ നമ്മൾ അബോർഷനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, എന്തിനെ പ്രസവ സംബന്ധം എന്ത് വിശേഷത്തിനായാലും അവരൊരു പുച്ഛഭാവ. നമ്മളേതോ മറ്റേ പണിക്ക് നടന്നിട്ട് അവിടെ ചെന്നതാണ് ഇത് കാണിക്കാൻ, അങ്ങനെ ഉണ്ടായ ഗർഭം, നമ്മൾ മറ്റേ പണിക്ക് നടന്നിട്ട് അങ്ങനെ ഉണ്ടായ ഗർഭം എന്ന മട്ടിലാണ് അവിടുത്തെ ഡോക്ടർമാർ. നമ്മളെ അവിടുത്തെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടൻസിയിലായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ആ ഡോക്ടർ ഡീസന്റാ. കാരണം അവരുടെ വീട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ 200 രൂപ കൊടുത്ത് അവിടെ വെച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് മെഡിക്കൽ കോളേജിലേക്ക്. പക്ഷെ മെഡിക്കൽ കോളേജ് നമ്മൾ പ്രസവവാടി കയറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടുത്തെ അറ്റൻഡന്മാർ തൊട്ട് എങ്ങനെ ഈ സ്വഭാവം ഇങ്ങനെ ആയി പോകുന്ന ഞാൻ ആലോചിക്കാറുണ്ട്. ആതൊരു ശുശ്രൂഷ എന്ന് പറയുന്നില്ല, സേവനം എന്ന് പറഞ്ഞാൽ ഇതാണോ സ്വഭാവം? ഗുണ്ടകളെക്കാളും മാരകം. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൾക്കാർ എന്തുകൊണ്ടാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോ സാധാരണ ഒരു ചെലവും ഇല്ലാതെ പ്രസവിക്കേണ്ടടുത്ത് 25,000-30,000 കെട്ടിവെച്ച് വേണം ആലപ്പുഴയിലെയും എറണാകുളത്തെയും അതുപോലെ കോട്ടയത്തെയും കോഴിക്കോടത്തെയും മലപ്പുറത്തെയും ഓൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ പ്രസവിക്കാൻ ചെല്ലുവാണെങ്കിൽ നമ്മൾ പൈസ കെട്ടിവെക്കണം. എന്ത് അസുഖത്തിന് എന്തായാലും പൈസ കെട്ടിവെക്കണം. ഡോക്ടർ കൺസൾട്ടിംഗ് ഫീസ് എല്ലാം അത് തന്നെയാണ്. പക്ഷെ അതിനനുസരിച്ച് അവർ നമ്മൾ പൊന്നുപോലെ നോക്കും. അവർ പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്. അവൻ കാശ് തന്നവനല്ലേ, അവനെ സംരക്ഷിക്കുന്നത് എന്താ? അതുകൊണ്ട് നമുക്ക് സുഖവും സൗകര്യങ്ങളൊക്കെ തരും. പ്രസവമൊക്കെ നല്ല സുഖപ്രസവമൊക്കെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടും. പക്ഷേ നമ്മുടെ ആതുരാലയങ്ങൾ എന്ന് പറയുന്നത് മറ്റേ പട്ടി പ്രസവിക്കുന്ന ഇതിനേക്കാളും അന്തസ്സോട് കൂടി കിടന്ന് പ്രസവിക്കാം. പട്ടി പ്രസവിക്കുന്നത് അത്രയും സൂപ്പറാണ് നമ്മുടെ, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജുകളും മറ്റ് മെഡിക്കൽ കോളേജ്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടാനം മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇത് തന്നെയാണ് അവസ്ഥ. പ്രസവ വാർഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പശുത്തൊഴുത്തിനേക്കാളും പശുത്തൊഴുത്തൊക്കെ എത്രയോ ഭേദം. കഴുതയുടെ തൊഴുത്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കുതിരലായവും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഭേദമാണ്. പക്ഷെ ഇത് മാരകമാണ് കേട്ടോ. ഗർഭിണിയൊക്കെ മറ്റേ നമ്മൾ ഈ പൂച്ചയൊക്കെ കഴുത്തിന് പിടിച്ച് നമ്മളിപ്പം വീട്ടിൽ പൂച്ചയൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ കഴുത്തിന് പിടിച്ച് ദൂരെ ചാക്കിലാക്കി ദൂരെ കൊണ്ട് കളയത്തില്ലേ, അതുപോലൊക്കെ എന്നെയൊക്കെ സ്ട്രക്ചറിൽ എടുത്ത് എറിഞ്ഞുകൊണ്ട് പോയത്. അവസാനം ഞാൻ കരയുമായിരുന്നു, ഞാൻ ശവമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. നന്നായിട്ട് വരും നമ്മുടെ ആരോഗ്യരംഗം. ജനങ്ങളെ, നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഇൻഷുറൻസും ഒക്കെ എടുത്തു വെച്ച് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പോയി കാണിക്കും ദയവ് ചെയ്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ പാതിച്ചത്തെ നിങ്ങളെ പൂർണ്ണമായും കൊന്നുകളയും അവര്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കി കളഞ്ഞ സർക്കാരുണ്ടല്ലോ, അത് ഞാൻ LDF മാത്രമല്ല, അത് UDF ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ആരെയും നമ്മളിവിടെ എടുത്ത് കുറ്റം പറയണ്ട. ഇപ്പൊ ഇപ്പൊ ഒരു വീണ ജോർജ് ആണെങ്കിൽ അന്ന് ഇനി വരാൻ പോകുന്ന വേറെ ഇതിന് മുമ്പ് ഇരുന്നവരും അങ്ങനെയൊക്കെ തന്നെയാ, എക്സെപ്റ്റ് ശൈലജ ടീച്ചർ. ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആരോഗ്യമന്ത്രി അല്ല ഇത് ആരോഗ്യമന്ത്രിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനത് പറയുന്നില്ല. പഴകിക്കിടന്ന കെട്ടിടമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതിന്റെ അടിയിൽ നിന്നാണ് ഒരു ജീവനത്തെ ശരീരം നമ്മൾ എടുത്തത്. സോ ഇങ്ങനെയൊന്നും തകർന്ന് വീണിനെങ്കിൽ അടുത്ത തകർന്ന് വീഴാൻ പോകുന്ന മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ഞാൻ പറയട്ടെ. വണ്ടാനം മെഡിക്കൽ കോളേജ്, ED മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം ഉടനെ തകർന്ന് വീഴും. താമസിച്ച വണ്ടാനം മെഡിക്കലിൽ ഏതെങ്കിലും ഒരു കെട്ടിടം തകർന്ന് വീഴും. ആ പരുവത്തിലാണ് കിടക്കുന്നത്. നിങ്ങളൊന്ന് വാതിക്കെ കൂടെ പോയാൽ മതി. പിന്നെ തരാൻ പോകുന്നത് ജനറൽ ഹോസ്പിറ്റലിന് മറ്റേ മുൻവശമില്ലേ നമ്മുടെ ആലപ്പുഴ കാര്യം എനിക്ക് പറയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള. പിന്നെ കോട്ടയം മെഡിക്കലിൽ ഇതിന് പുറത്ത് നല്ല പളവളപ്പും കാര്യങ്ങളൊക്കെയാണ്, അകത്തായിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലതാണ്. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോകാവുള്ളൂ. ദയവ് ചെയ്ത് ഉള്ള കാശ് ഉണ്ടെങ്കിൽ വല്ല ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അതാകുമ്പോൾ വീട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും. നിങ്ങൾ പോയാലും നിങ്ങളുടെ മക്കളെങ്കിലും രക്ഷപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് വല്ല ഇൻഷുറൻസ് ഒക്കെ എടുത്ത് സൂക്ഷ്യം കണ്ടും വേണം ഇങ്ങനെയുള്ള നമ്മുടെ ആരോഗ്യരംഗത്തെ അധികാരിമാരുടെ അടുത്തേക്ക് പോകാൻ. നന്ദി.